നോമ്പ് ചിന്ത 7-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, കൃപാസനം. നീ ചെയ്യാനിരിക്കുന്നത് എന്താണ്? നീ ചെയ്യാനിരിക്കുന്നത്. ഇതും ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. നീ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ നിന്റെ തെരഞ്ഞെടുപ്പാണ്. നീ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനെ നേരിട്ട് ഇടപെട്ട് തടയുന്നതല്ല ദൈവത്തിൻ്റെ രീതി. അതേസമയം മനസ്സാക്ഷി എന്നത് ദൈവത്തിൻ്റെ സ്വരമാണ്. എന്തു കാര്യം ചെയ്യുന്നതിന് മുമ്പും ആ മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കുവാൻ നാം സമയം കണ്ടെത്തണം. ആ സ്വരം ഗൗനിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ജയിലിൽ കിടക്കുമ്പോഴോ കേസിൽ അകപ്പെട്ട് കഴിയുമ്പോഴോ ജീവിതത്തിൽ തകർച്ചകൾ നേരിട്ട് കഴിയുമ്പോഴോ ദൈവം എന്നെ എന്തുകൊണ്ട് ഓർമ്മിപ്പിച്ചില്ല എന്ന് വിലപിക്കുന്നതിൽ കാര്യമില്ല. മനസ്സാക്ഷിയുടെ സ്വരം അവഗണിക്കുന്നവർ നാശത്തിലേക്ക് ചെന്ന് വീഴുന്നതാണ് പലപ്പോഴും കാണുന്നത്. തെറ്റാണെന്നറിഞ്ഞിട്ടും ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നവരെ ദൈവം അവരുടെ വഴിക്ക് വിടും. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന യൂദാസിനോടുള്ള യേശുവിൻ്റെ സമീപനം നോക്കുക. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം. ദൈവം കൈവിട്ടവൻ്റെ അവസ്ഥ അതാണ്. ദുരന്തങ്ങൾക്ക് കാലതാമസമുണ്ടാവില്ല. ബൈബിളിൽ സ്വയം ജീവൻ നഷ്ടപ്പെടുത്തിയവരായി കാണുന്ന എല്ലാവരുടെയും അവസ്ഥയും ഇതുതന്നെ. ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാളാണ് യൂദാസ്. എന്നിട്ടും അയാൾ കർത്താവിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യമായാലും അവിടുന്ന് പറയുന്നത് ചെയ്യാനുള്ളത് വേഗം ചെയ്തു കൊള്ളാനാണ്. എന്താ കാര്യം? സാത്താൻ അവനിൽ പ്രവേശിച്ചിരിക്കുന്നു. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു. സാത്താന് അവസരം കൊടുത്തു. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യം. കാരണം സാത്താൻ അവസരം അന്വേഷിച്ചു നടക്കുന്ന കക്ഷിയാണ്. ആരെ വിഴുങ്ങണം എന്നോർത്ത് അലറി നടക്കുന്നു എന്ന് പത്രോസ് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം. യൂദാസിനെ സംബന്ധിച്ചിടത്തോളം സാത്താൻ അയാളെ പകുതിയും വിഴുങ്ങി. സ്വയം സാത്താന് വിട്ടുകൊടുത്ത സ്ഥിതിക്ക് അയാളെ പിന്നെ ദൈവത്തിന് ആവശ്യമില്ല. അതാണ് ഈശോ അവനോട് പറഞ്ഞത്, ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വിഷയത്തിലും ദൈവം വന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയില്ല. നിന്നെ നിയന്ത്രിക്കുവാൻ ഒരു റിമോട്ട് കൺട്രോളുമായിട്ടല്ല ദൈവം ഇരിക്കുന്നത്. നിനക്ക് സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചെയ്യുന്നവയുടെ കൺട്രോൾ നിന്റെ പക്കൽ തന്നെയാണ്. ചെയ്യുന്ന കാര്യങ്ങളിലെ തെറ്റും ശരിയും നിനക്കറിയാമെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും നിനക്കാണ്. അറിഞ്ഞുകൊണ്ട് തെറ്റുകളിൽ മുങ്ങിക്കുളിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകളും നമ്മെ തേടി വരും. ആ സമയത്ത് ഒരുപക്ഷെ നിന്നെ സഹായിക്കുവാൻ ആരുമുണ്ടാവില്ല. കർത്താവിൻ്റെ നിലപാട് തന്നെ കണ്ടില്ലേ? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തു മാറാൻ പറയും. അങ്ങനെ യൂദാസ് പോയി ജീവിതം അവസാനിപ്പിച്ചു. ഭാവി കാലങ്ങളിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിരക്കുന്നവയാകണമെന്ന് ഈ നോമ്പാചരണം നമ്മോട് മന്ത്രിക്കുന്നു.